ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 32ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ് അല്ലേ. ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഒരു മാർക്ക് എന്തായാലും കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു PSC എക്സാമിന് വന്നിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നല്ല ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് നല്ലോണം പഠിക്കുക. ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അതിന് റെക്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഇനി നോക്കൂ, ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു ടാഗ് അതിൻ്റെ കൂടെ, ടാഗ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വാല് പോലൊരു സംഭവം, ഒരു ചെറിയൊരു ക്ലോസും കൂടെ അതിനകത്ത് വരും. അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സെൻറ്റൻസ് നോക്കൂ. ഇറ്റ് ഈസ് വെരി ഹോട്ട്. ഇവിടെ നോക്കൂ, ഈസിൻറ്റ് ഇറ്റ്. ഇവിടെ ഈസിൻറ്റ് ഇറ്റ് ആണ് ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയത്തില്ലേ, നീ വരും അല്ലേ, നല്ല ചൂടുണ്ട് ഇല്ലേ, അല്ലെങ്കിൽ അല്ലേ എന്ന് നമ്മൾ പറയത്തില്ലേ. നല്ല ചൂടുണ്ട് അല്ലേ, അന്ന് ഇതിൻ്റെ അർത്ഥം എന്താ? നല്ല ചൂടുണ്ട് അല്ലേ എന്ന് നമ്മൾ പറയത്തില്ലേ, മലയാളത്തിലും പറയത്തില്ലേ. അതാണിത്, ഈസിൻറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതാണ് ക്വസ്റ്റ്യൻ ടാഗായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോൺവെർസേഷൻസിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് എക്സാംസിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമ്മൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇറ്റ് ഈസ് വെരി ഹോട്ട്, ഈസിൻറ്റ് ഇറ്റ്. അതായത് ഈ ഈസിൻറ്റ് ഇറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? ഇനി നോക്കൂ, നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് റൂൾസ് നോക്കാം. റൂൾ നമ്പർ 1, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെൻറ്റൻസ് അല്ലേ. ആസർട്ടീവ് സെൻറ്റൻസിന് നമുക്ക് അസർട്ടീവ് സെൻറ്റൻസ് എന്നോ സ്റ്റേറ്റ്മെൻ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണല്ലേ. നെഗറ്റീവ് മീനിങ് അല്ലെങ്കിൽ, അതായത് നോട്ട് അതിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടുള്ള സെൻറ്റൻസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കൂ, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ്, അത് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് വരണം? ടാഗ് നമ്മൾ എന്താ പഠിച്ചാൽ മുകളിൽ നോക്കൂ, ഈസിൻറ്റ് ഇറ്റ്. അവിടെ ടാഗിൻ്റെ കൂടെ നോട്ട് വരും. ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് വെരി ഹോട്ട്. അതെന്ത് സെൻറ്റൻസാണ്? പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈസിൻറ്റ് ഇറ്റ്, നോട്ട് വരും. ഇപ്പം നോക്കിയുള്ളൂ, ഓക്സിലറി ഓർ മെയിൻ മോഡൽ ഓക്സിലറി. ഒന്നിൽ ഓക്സിലറിയുടെ ഇവിടെ നോക്കൂ, ഈസ് വന്നു. ഈസ് എന്താ? ഓക്സിലറി ആണ്. അല്ലെങ്കിൽ അവിടെ എന്ത് വരും? മോഡൽ ഓക്സിലറി. ഇവിടെ ഇറ്റ് ഈസ് ആയതുകൊണ്ട് അവിടെ ഈസേ വരത്തുള്ളൂ. ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നോട്ട് എഴുതണം. നോട്ട് ഇങ്ങനെ അപ്പോസ്ട്രഫി എസ് എഴുതാവുള്ളൂ. എൻ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി കഴിഞ്ഞ് ടി പ്ലസ് സബ്ജക്റ്റ്. മനസ്സിലായോ? അപ്പം സബ്ജക്റ്റ് എഴുതി കഴിയുമ്പം എന്താവും? നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്ക് ഇറ്റ് ഈസ് വെരി ഹോട്ട് എന്നൊരു സെൻറ്റൻസ് തന്നു. അതിൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ഈസിൻറ്റ് ഇറ്റ്. എങ്ങനെയാണ് വന്നേ? നമ്മൾ ആദ്യം ഓക്സിലറി വെർബ് എടുക്കണം. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ നോട്ട് ചേർക്കണം. നോട്ട് ചേർത്തു, എൻ ടി ചേർത്തു പ്ലസ് സബ്ജക്റ്റ് എന്താ? ഇറ്റ് തന്നെയാണ്. ഇറ്റ് നമ്മൾ ഇട്ടു. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നോക്കൂ, അടുത്ത സെൻറ്റൻസ്, ഇറ്റ് ഈസ് റെയിനിങ്. ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ്, അത് അപ്പോസ്ട്രോഫി ഇവിടെ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ആണ്. ഇറ്റ്സ് എന്ന് വല്ല വായിക്കേണ്ട, ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ഇറ്റ് ഈസ് റെയിനിങ്. ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം എന്തെടുക്കും? ഓക്സിലറി എടുക്കും. ഓക്സിലറി എന്താ? ഈസ് എടുത്തു, എന്നിട്ട് നോട്ട് അല്ലേ. എന്തുകൊണ്ടാ? ഇത് പോസിറ്റീവാണ് സെൻറ്റൻസ്. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നോട്ട് എടുത്തു. പിന്നെ സബ്ജക്റ്റ് ഇറ്റ് തന്നെ എടുക്കണം. ക്ലിയർ ആണോ? ഇനി നോക്കൂ, യു ആർ ഫ്രീ. ഇവിടെ നോക്കൂ, ഇവിടെയും നമ്മൾ ഓക്സിലറി എന്താ? എടുത്തു. ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അവിടെ നോട്ട് ചേർക്കണം. നോട്ട് എടുത്തു, പിന്നെ സബ്ജക്റ്റ് ആൻഡ് യു ആർ ഫ്രീ. നിങ്ങൾ ഫ്രീ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുന്നു അല്ലേ. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ മീനിങ്. ഷീ ക്യാൻ സ്വിം വെൽ. അവൾക്ക് നന്നായി നീന്താൻ കഴിയും. എന്നിട്ട് ഇവിടെ നോക്കൂ, നമ്മൾ ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ
ഓക്സിലറി ഇല്ല, അപ്പോൾ മോഡൽ ഓക്സിലറി എടുക്കണം അല്ലേ. അപ്പം ക്യാൻ എടുത്തു, പിന്നെന്താ പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കണം, പിന്നെ ഷീ. മനസ്സിലായല്ലോ. അപ്പം ഷീ ക്യാൻ സ്വിം വെൽ, കാൺഡ് ഷീ. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട് ഉണ്ടായിരിക്കില്ല. നെഗറ്റീവ് ആണെങ്കിൽ നോട്ടുള്ള സെൻറ്റൻസ്, നോട്ടുള്ള സെൻറ്റൻസിലാണെങ്കിൽ ടാഗ് എന്ത് വരും? നോട്ട് ഇല്ലാതെ വരും. ക്ലിയർ ആണല്ലോ. പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസിൽ നോട്ട് വരും ടാഗിൽ, നെഗറ്റീവ് സെൻറ്റൻസിൽ നോട്ട് വരത്തില്ല. പോസിറ്റീവിൽ നോക്കൂ, ഓക്സിലറി ഓർ മെയിൻ വെർബ്, മോഡൽ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ്, നോട്ട് അവിടെ ചേർക്കണ്ട. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വരും, പിന്നെ സബ്ജക്റ്റ് വരും. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഇനി ഇവിടെ നോക്കൂ, എക്സാമ്പിൾസ് നോക്കൂ. യു ആർ നോട്ട് ബിസി, യു ആർ നോട്ട് ബിസി. ഇവിടെ നോക്കൂ, ആർ യു. നമ്മൾ എന്ത് ചെയ്തു? ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി, എവിടെ ഓക്സിലറിയിലുള്ള ആർ എടുത്തു, ഇവിടെ എന്നിട്ട് സബ്ജക്റ്റ് യു. ക്ലിയർ ആണോ? ഇവിടെ നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഓക്സിലറിയുടെ കൂടെയോ മോഡൽ ഓക്സിലറിയുടെ നോട്ട് ഉണ്ടെങ്കിൽ നോട്ടില്ലാതെ അവിടെ ടാഗിലെടുത്ത് എഴുതുക, നോട്ട് ഇല്ലെങ്കിൽ നോട്ട് ചേർത്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് സബ്ജക്റ്റും കൂടെ എഴുതണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഷീ കാൺഡ് സ്വിം, ക്യാൻ ഷീ. നോക്കൂ, ക്യാൻ, കാൺഡ്, കനോട്ട്, സ്വിം. ക്യാൻ, കാൺഡ് എന്ന് പറയാം, കനോട്ട് എന്ന് വായിക്കാം, എന്തുവേണം വായിക്കാം. ഷീ കനോട്ട് സ്വിം. ഇവിടെ നോക്കൂ, ക്യാൻ നമ്മളെടുത്തു, ഷീ മെയിൻ മോഡൽ ഓക്സിലറി, ക്യാൻ എടുത്തു, എന്നിട്ട് ഷീ. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് സെൻറ്റൻസ്, നോട്ട് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്ത് ഹീ ഡസ് നോട്ട് വർക്ക് ഹാർഡ്, ഡസ് ഹീ. ഹീ ഡസൻറ്റ് വർക്ക് ഹാർഡ് എന്ന് വായിക്കാം, അങ്ങനെയാണ് കറക്റ്റ്. ഹീ ഡസൻറ്റ് വർക്ക് ഹാർഡ്, അതിൻ്റെ ഷോർട്ടാണ്, ഡസ് നോട്ടിൻ്റെ ഷോർട്ടാണ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. ഇപ്പം നമ്മൾ ഡസ് എടുത്തു, എന്നിട്ട് ഹീ സബ്ജക്റ്റ് എഴുതി. മനസ്സിലായല്ലോ. ഇനി ദേ ഹാവൻറ്റ് കം യെറ്റ്, ദേ ഹാവൻറ്റ് കം യെറ്റ്, അവരിതുവരെ വന്നിട്ടില്ല. ഹാവ് ദേ, നോട്ടുള്ളതുകൊണ്ട് നമ്മൾ നോട്ട് വേണ്ട, ഓക്സിലറി എടുക്കുന്നു, പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതി. മൂന്നാമത്തെ ഒരു ക്ലോസും കൂടെ ഉണ്ട്. ദ സെൻറ്റൻസ് ആൻഡ് ദ ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് ബി ഇൻ ദ സെയിം ടെൻസ്. നമ്മളിപ്പം ഇത് ഒന്നുമില്ല, നമ്മൾ മോഡൽ ഓക്സിലറി എടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് റൂൾ ഒന്ന് ഓർത്ത് വെച്ചോണം, അതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗും സെൻറ്റൻസും ഒരേ ടെൻസിലായിരിക്കണം. അതായത് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഇവിടെ വരുന്ന ഓക്സിലറി തന്നെ എടുത്ത് അവിടെ എഴുതുക, അത്രേ ഉള്ളൂ. ഇവിടെ ഏത് ഓക്സിലറി വരുന്നോ അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വരുന്നോ അത് തന്നെ അവിടെ എടുത്ത് എഴുതുമ്പോൾ ടെൻസ് മാറത്തില്ല. അപ്പം അത് സെയിം ആയിട്ട് തന്നെ കിട്ടും. ഇത് പറയേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. അതായത് സെൻറ്റൻസും ടാഗ് ക്വസ്റ്റ്യനും ഒരേ ടെൻസിലായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി റൂൾ നമ്പർ 2, രണ്ടാമത്തെ റൂള്. ദ സബ്ജക്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഓൾവേസ് എ പ്രോനൗൺ, നെവർ എ നൗൺ. നമ്മുടെ സബ്ജക്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് ഒന്നുകിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നോട്ട് ചേർക്കില്ല, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നോട്ട് ചേർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തും? സബ്ജക്റ്റ് എഴുതും. ഇവിടെ ഇത് എന്താ പറയുന്നത്? സബ്ജക്റ്റ് എല്ലായ്പ്പോഴും ഇവിടെ പ്രോനൗൺ ആയിരിക്കണം. നമുക്ക് നൗൺ എഴുതാൻ പറ്റില്ല. മനസ്സിലായോ? അത് നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ കണ്ടില്ലേ, എല്ലാം യു, ഹി, ഷീ എന്നൊക്കെ കണ്ടേ. അത് ആയതുകൊണ്ടാണ് കറക്റ്റ് അത് തന്നെ വന്നത്. ഇനി നോക്കൂ, ഇനി നിങ്ങൾ സെൻറ്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ, മോഹൻ ഡസൻ വർക്ക് ഹാർഡ്. മോഹൻ ഡസൻ വർക്ക്, അവൻ നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്യത്തില്ല, നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഇവിടെ നോക്കൂ, ഡസൻ വർക്ക് ഹാർഡ് എന്നാണ് കിടക്കുന്നത്. മോഹൻ എന്ന് നമുക്ക് ഡസ് കഴിഞ്ഞിട്ട് മോഹൻ എന്ന് എഴുതാൻ പറ്റില്ല, ഡസ് ഹീ എന്ന് എഴുതണം. അത് മോഹൻ ആയതുകൊണ്ട് എന്താ, മെയിലല്ലേ, മെയിലാകുമ്പോൾ നമ്മൾ ഹീ കൊടുക്കണം. ക്ലിയർ ആണോ? മോഹൻ ഡസ് നോട്ട് വർക്ക് ഹാർഡ്. ഡസ് മോഹൻ എന്ന് നമ്മൾ പറയില്ല, എപ്പോഴും പ്രോനൗണേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ നൗൺ എഴുതാൻ പാടില്ല, പ്രോനൗണേ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? മോഹൻ ഡസ് നോട്ട് വർക്ക് ഹാർഡ്, ഡസ് ഹീ. നോക്കൂ, അടുത്ത സെൻറ്റൻസ് നോക്കൂ. രാധ കാൺഡ് കുക്ക്. രാധ കാൺഡ് കുക്ക്. ഇവിടെ നോക്കൂ, ക്യാൻ രാധ നമുക്ക് ഫീമെയിലാണെന്നറിയാം, അപ്പം ഷീ അല്ലേ വരത്തുള്ളൂ. അപ്പം രാധ കാൺ കുക്ക്, ക്യാൻ ഷീ. ഇവിടെ നോട്ട് വന്നുകൊണ്ട് നമ്മൾ എന്ത് എടുക്കില്ല, നോട്ട് അവിടെ എഴുതണ്ട. മനസ്സിലായോ? ഗോപി ബ്രോക്ക് ദ ഗ്ലാസ്. നോക്കൂ, ഗോപി ബ്രോക്ക് ദ ഗ്ലാസ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. ബ്രോക്കിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്
സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കെന്താ ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ അല്ലേ? ബ്രേക്ക് V1, ബ്രോക്ക് V2, ബ്രോക്കൺ V3 അല്ലേ? നമുക്ക് ഇതിനകത്ത് ബ്രോക്ക് V2 ആണ്. V2നെ എങ്ങനെ പറയാം? ഡിഡ് പ്ലസ് ബ്രേക്ക് എന്ന് പറഞ്ഞൂടെ? അപ്പം നമുക്ക് ഇതിനകത്ത് ഡിഡ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഡിഡിനെ പുറത്തെടുക്കുന്നു, ഡിഡ് ഇവിടെ എഴുതണം. അപ്പോൾ ഓക്സിലറി ഇല്ലെങ്കിൽ നമ്മൾ ഓക്സിലറി അതിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. വെർബിലുണ്ടെന്ന് നമുക്കറിയാം, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന. അത് എന്താ പറയുക, സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ പ്രസൻറ്റിലും മാത്രം നിങ്ങൾ സൂക്ഷിക്കണം. അത് ഓക്സിലറിയോ മോഡൽ ഓക്സിലറിയോ കിട്ടത്തില്ല. അത് നമ്മൾ വെർബിന്ന് തന്നെ എടുക്കുക. ഡു, ഡസ്, ഡിഡ് മൂന്നിലേതെങ്കിലും വരത്തുള്ളൂ. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഗോപി ബ്രേക്സ് എന്ന് വന്നിരുന്നെങ്കിൽ ബ്രേക്സ് എന്ന് വരുള്ളൂ, ബ്രേക്ക് വരത്തില്ല. ബ്രേക്സ് എന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ ഡസ് എഴുതിയാൽ. പിന്നെ ദേ ബ്രേക്ക് എന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ ഡു എടുത്തേനെ. ഇവിടെ ഗോപി ബ്രോക്ക് വന്നുകൊണ്ട് നമ്മൾ ഡിഡ് എടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പം ഗോപിയുടെ കൂടെ ബ്രോക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ബ്രേക്ക് എന്ന് കിട്ടും. അതിൻ്റെ ഡിഡ് അവിടെ എഴുതുക. പിന്നെ നമ്മളിത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നോട്ട് എഴുതുക. എന്നിട്ട് എന്തെഴുതണം? ഗോപിക്ക് എന്ത് കൊടുക്കണം? ഈ റൂളും കൂടെ ഒന്ന് സൂക്ഷിച്ചോണം. പ്രോനൗൺ കൊടുക്കണം, ഹി. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് യുവർ സിസ്റ്റർ കുക്സ് വെൽ. ഇവിടെ നോക്കൂ, യുവർ സിസ്റ്റർ കുക്സ് വെൽ. ഇവിടെ കുക്സ് വന്നു. അപ്പം നമ്മൾ എന്തെടുക്കണം? ഡസ് നോട്ട് അല്ലേ? ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് നോട്ട് വരണം. അപ്പം ഡസൻറ്റ് ഷീ വരും. ഡസൻറ്റ് ഷീ എന്ന് വരണം. ക്ലിയർ ആയോ? യുവർ സിസ്റ്റർ കുക്സ് വെൽ, ഡസൻറ്റ് ഷീ. മനസ്സിലായല്ലോ? സ്പ്ലിറ്റ് ചെയ്താണ്. കുക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഡസ് പ്ലസ് കുക്ക് വരും. അപ്പം ഡസിനെ നമ്മൾ ഇവിടെ എടുക്കുന്നു. എന്നിട്ട് നോട്ട് എഴുതണം. എന്തുകൊണ്ടാണ്? ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നോട്ട് എഴുതിയിട്ട് ഷീ എഴുതണം. മനസ്സിലായല്ലോ? നോക്കൂ. ഇനി റൂൾ നമ്പർ 3, നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. കുറച്ച് നെഗറ്റീവ് വേർഡ്സിന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നോക്കൂ, നെഗറ്റീവ് വേർഡ്സ് ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ ആൻഡ് ഫ്യൂ. ഇത്രയും വേർഡ്സ് ഇതിൻ്റെ കൂടെ പോസിറ്റീവ് ടേക്ക് വരും. ഇതെന്തുകൊണ്ടാണ്? ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ അതിനർത്ഥം നെഗറ്റീവാണ്, സെൻറ്റൻസ് നെഗറ്റീവാണ്. ഈ വാക്കുകൾ ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ, അതായത് നെഗറ്റീവ് വേർഡ്സ് ആണിത്. ഈ വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വന്നാൽ നമുക്കെന്താ? പോസിറ്റീവ് ടാഗ് കൊടുക്കണം. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? പോസിറ്റീവ് ടാഗ് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ വേർഡുകളൊന്ന് സൂക്ഷിച്ച് വെച്ചുള്ള എക്സാമിന് കൂടുതലും ചോദിക്കുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ്. ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ ആൻഡ് ഫ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനത്തതാണ് ചോദിക്കുന്നത്. ഈ വേർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് ടാഗ് കൊടുക്കണം. മനസ്സിലായോ? നോക്കൂ, ഇറ്റ് ഈസ് ബെയർലി ഓർ സ്കേഴ്സ്ലി പോസിബിൾ. നോക്കൂ, ഇറ്റ് ഈസ് ബെയർലി ഓർ സ്കേഴ്സ്ലി പോസിബിൾ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എന്ത് വേണ്ട? നോട്ട് വേണ്ട. ഇറ്റ് ഈസ് നമ്മൾ എന്തെടുത്തു? ഓക്സിലറി എടുത്തു. എന്നിട്ട് സബ്ജക്റ്റ് എടുക്കും. ഇറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ബെയർലി ഓർ സ്കേഴ്സ്ലി പോസിബിൾ. മനസ്സിലായല്ലോ? അതായത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ നോട്ട് ചേർക്കാതെ പോസിറ്റീവ് ടാഗ് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചത്. നോട്ട് ചേർക്കണ്ട, അത്രേ ഉള്ളൂ. ഈസ് ഇറ്റ് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിവിടെ നോട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? നോട്ട് കൊടുക്കണമായിരുന്നു. ഈ ബെയർലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി വന്നതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞില്ല ഇത്രയും വേർഡ്സുകൾ ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ ആൻഡ് ഫ്യൂ, ഇത്രയും വേർഡ്സ് വന്നിരിക്കുന്നത് കൊണ്ട് ഇതിൽ ഏതെങ്കിലും വേർഡ്സ് വന്നാൽ നമ്മൾ എന്ത് എഴുതണം? പോസിറ്റീവ് ടാഗ് എഴുതാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഇനി ഫ്യൂ പീപ്പിൾ. നോക്കൂ, ഫ്യൂ വന്നിട്ടുണ്ട്. ഫ്യൂ പീപ്പിൾ നോ ദിസ്. ഇത് നെഗറ്റീവാണ്. ഫ്യൂ പീപ്പിൾ നോ ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും അറിയത്തില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം പീപ്പിൾ നോ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ഡു പ്ലസ് നോ ആണ് നോ. അപ്പോൾ ഡു എടുത്തു. നോട്ട് ഇവിടെ വേണ്ട. എന്തുകൊണ്ടാണ്? ഇത് നെഗറ്റീവ് ആയിട്ട് ഫ്യൂ വന്നതുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ഇവിടെ ലിറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ഹാസ് ഇറ്റ്. മനസ്സിലായല്ലോ? ഹാസ് ഇറ്റ്. ഹാസ് ഇവിടെ വന്നിട്ടുണ്ട്. ഹാസ് നമ്മൾ എടുത്തു, ഓക്സിലറി എടുത്തു. പിന്നെ ലിറ്റിൽ പ്രോഗ്രസ് നമ്മൾ ഇറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രോനൗൺ എടുക്കണം. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ഫ്യൂ പീപ്പിൾ എഴുതിയപ്പോൾ നമ്മൾ പീപ്പിൾ എന്നല്ല എഴുതിയ ദേ എന്നാണ് എഴുതിയത്. അത് ഓർത്തോണം. എന്തുകൊണ്ടാണ് നമ്മൾ ദേ എഴുതിയ? പ്രോനൗണേ നമ്മളിവിടെ എഴുതാൻ പാടുള്ളൂ. നോക്കൂ, ഷീ ഹാർഡ്ലി സെഡ് എനിത്തിങ്. അവളൊന്നും പറഞ്ഞില്ല എന്നാണ് അതിനർത്ഥം. എന്നിട്ട് എന്താ? ഇവിടെ നോക്കൂ, സെഡ് ആകുമ്പോൾ ഡിഡ് പ്ലസ് സേ. ഡിഡ് എഴുതി. പിന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ നോട്ട് എഴുതില്ല, ഷീ എഴുതും. ഡിഡ് ഷീ എന്ന് എഴുതും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കൂ,
ഇനി രണ്ട് വേർഡ്സ് നമ്മൾ ഫ്യൂവും ലിറ്റിലും പഠിച്ചത് നിങ്ങൾ ഓർക്കണം. ദോ ഫ്യൂ ആൻഡ് ലിറ്റിൽ ആർ നെഗറ്റീവ്, എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ ആർ പോസിറ്റീവ് ആൻഡ് ദെയർഫോർ ടേക്ക് എ നെഗറ്റീവ് ടാഗ്. ഇവിടെ നോക്കൂ, ഫ്യൂ മാത്രം വന്നാൽ, ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ മാത്രം വന്നാൽ അതിൻ്റെ മുന്നേ എ വന്നിട്ടില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കണം. നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു. ഫ്യൂവും ലിറ്റിലും വന്നാൽ നമ്മൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഫ്യൂവിൻ്റെ കൂടെയും ലിറ്റിലിൻ്റെ കൂടെ എ മുന്നോട്ട് വന്നാൽ, എ എന്ന വാക്ക് വന്നാൽ, എ ഫ്യൂ എന്നോ എ ലിറ്റിൽ എന്നോ വന്നാൽ അത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ടാഗ് എഴുതേണ്ടി വരും. മനസ്സിലായോ? ഒന്നുമില്ല, ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ മാത്രം വരുവാണെങ്കിൽ നമ്മളത് നെഗറ്റീവായിട്ട് കണ്ടിട്ട് പോസിറ്റീവ് ടാഗ് കൊടുക്കുക. എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് എഴുതണം? അത് പോസിറ്റീവ് ആവും സെൻറ്റൻസ്. എ കൂടെ വന്ന് ലിറ്റിലിൻ്റെ മുന്നേയും ഫ്യൂവിൻ്റെ മുന്നേ എ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കണം? നെഗറ്റീവ് ടാഗ് കൊടുക്കണം. സെൻറ്റൻസ് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കൂ, യു ഏറ്റ് എ ലിറ്റിൽ ബ്രെഡ്. ഇവിടെ നോക്കൂ, എ ലിറ്റിൽ ബ്രെഡ്. യു ഏറ്റ് ലിറ്റിൽ ബ്രെഡ് എന്ന് വന്നാൽ നമുക്ക് ഡിഡ് യു എന്ന് വന്നേനെ. ഇവിടെ നോക്കൂ, യു ഏറ്റ് എ ലിറ്റിൽ ബ്രെഡ് എന്ന് വന്നുകൊണ്ട് ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് യു എന്ന് വരും. മനസ്സിലായോ? യു ഏറ്റ് എ ലിറ്റിൽ വന്നു. എ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഡിഡ് യു എന്ന് എഴുതണം. എ ഉള്ളത് കൊണ്ട് നമുക്ക് എ ലിറ്റിൽ ബ്രെഡ് എന്ന് എഴുതിയത് കൊണ്ട് നമ്മൾ ഡിഡിൻറ്റ് യു എന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ. അതായത് എ മുന്നിൽ വന്നാൽ നമ്മൾ എന്തെഴുതണം? നെഗറ്റീവ് ടാഗാണ് എഴുതേണ്ടത്. അതുപോലെ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ, വി സ്റ്റേഡ് എ ഫ്യൂ ഡേയ്സ് ഇൻ ലണ്ടൻ. ഇവിടെ നോക്കൂ, വി സ്റ്റേഡ് എ ഫ്യൂ ഡേയ്സ് ഇൻ ലണ്ടൻ. എ ഫ്യൂ വന്നിട്ടുണ്ട്. വി സ്റ്റേഡ് ഫ്യൂ ഡേയ്സ് ഇൻ ലണ്ടൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഡ് വി എന്ന് എഴുതിയതിനെ. ഇപ്പം വി സ്റ്റേഡ് എ ഫ്യൂ ഡേയ്സ് എന്ന് വന്നതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ടാഗ് എഴുതണം. ഡിഡിൻറ്റ് ബി വരും. മനസ്സിലായോ? ഹി ഹാസ് എ ഫ്യൂ ഫ്രണ്ട്സ്. ഡസൻറ്റ് ഹി. ഹി ഹാസ് എ ഫ്യൂ ഫ്രണ്ട്സ്. ഇത് നിങ്ങൾ നോക്കൂ, ഡസൻ ഹി ആണ് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ്? ഹാസ് നമ്മൾ ഓക്സിലറി അല്ലേ. അപ്പോൾ നമ്മൾ ഹാസൻ ഹി എന്ന് എഴുതിയാൽ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. നമ്മൾ എന്തുകൊണ്ടാണ് ഹാസൻ ഹി എഴുതാത്തത്? ഡസൻ ഹി എഴുതിയത് എന്തുകൊണ്ടാണ്? ഹാസ് നമ്മളിവിടെ ഓക്സിലറി ആയിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ വെർബായിട്ടാണ്. അപ്പോൾ ഹാസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡസ് പ്ലസ് ഹാവ് എന്ന് കിട്ടും. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഹീയുടെ കൂടെ അത് ഹാസ് വരും. മനസ്സിലായോ? ഇപ്പം ദേ ആയിരുന്നെങ്കിൽ ദേ ഹാവ് വന്നേനെ. അപ്പം ഡു വന്നേനെ. ഡോണ്ട് ദേ എന്ന് വന്നേനെ. മനസ്സിലായോ? അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ നല്ലോണം പറഞ്ഞു തന്നിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കാണുക. അറിയാമെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. ഹി ഹാസ് എ ഫ്യൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഓക്സിലറി ഹാസിൻ ഹി എന്നല്ല എഴുതിയ ഡസൻ ഹി എന്ന് എഴുതാൻ കാരണം ഇവിടെ ഹി ഹാസ് എന്നുള്ളത് ഹാസ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വരണം? ഡസൻ ഹി എന്ന് എഴുതണം. ഡസൻ ഹി എന്ന് എഴുതി എന്തുകൊണ്ട് എഴുതിയ? എ ഫ്യൂ എന്ന് വന്നാൽ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ആവും. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗ് കൊടുക്കണമെന്ന് നമുക്ക് അറിയാം. നോക്കൂ, ഇത്രയേ ഉള്ളൂ. ഇന്നത്തേന് നമ്മൾ ഇത്രയും മതി. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അത് നമ്മൾ ഒരു 2-3 റൂളും കൂടെ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമ്മൾ ക്ലാരിഫൈ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടാൻ താങ്ക് യു വെരി മച്ച്.